ഹലോ ഗൈസ്, നമ്മളിന്ന് നമ്മളെ ക്യാപ്റ്റൻസിൻ്റെ മാർക്കറ്റ് പിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഫസ്റ്റ് തന്നെ ഫ്രീ പിക്കാണ്. ഓക്കെ, സോളോനെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ആദ്യം നമ്മുടെ ചാനലാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇവിടെ ലൈക്ക് കൂടി ചെയ്തേക്കുക. നമ്മൾ 900 സബിലോട്ട് അടുത്താണ്, കുറച്ചധികം ദൂരമുണ്ട്. സ്റ്റിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എത്തിക്കാം. കേസ് ഇതെന്തായാലും ഒരു വെറുത്ത് പിക്ക് തന്നെയാണ്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ജസ്റ്റ് 750 ജെമ്മ് എടുക്കാനുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേസ്. ഈസ് ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഷാർട്സ് കിട്ടുന്നത്. 5 ഷാർട്ട് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഹാപ്പിയാണ്. അടുത്തതിൽ വീണ്ടും 5 ഷാർട്ട് കേസ്, മൊത്തം 10 ഷാർട്ട് കിട്ടിയിട്ടുണ്ട്. വെറുതെ ഇരിക്കുന്ന ജമ്മ് പൊട്ടിച്ചിട്ട് കിട്ടിയതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഷാർട്ട് പിക്ക് ചെയ്യാം. നമുക്ക് ഷാർട്ട്സ് ആവശ്യമുണ്ട്. ഈ വീക്ക് തീരാനായി. ഞാൻ ഇപ്പോഴും എക്സ്ചേഞ്ച് അടിക്കുന്നില്ല കേസ്. നിങ്ങൾ ഇപ്പോഴും എക്സ്ചേഞ്ച് അടിക്കണം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ എന്തായാലും ഇപ്പോൾ എക്സ്ചേഞ്ച് അടിക്കുന്നില്ല, കാരണം നമുക്ക് മൈൽ സ്റ്റോൺ റിവാർഡുണ്ട്. പിന്നെ കുറച്ച് പ്ലേസിന് എക്സ്ചേഞ്ച് അടിക്കാനുമുണ്ട്. ഓക്കെ, നമുക്ക് ലക്ക് ഉണ്ടാവും ഇല്ലയോ എന്നറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഈസ് റൂബൺ ഡേയ്സിന് കാർഡുണ്ട്. 100 മില്യൺ കിട്ടുമായിരിക്കും. ബട്ട് സ്റ്റിൽ നമുക്ക് ഷാർട്ട്സ് ആവശ്യമാണ്. ഈസ് റൂബൺ ഡേയ്സ് 100 മില്യൺ കിട്ടിയാനേ കുഴപ്പമില്ല. നിങ്ങൾ റൂബൺ ഡേയ്സിൻ്റെ ആ ഒരു വാല്യൂ ഒന്ന് കമൻറ്റ് ചെയ്തേ ഗൈസ്. നമുക്ക് എന്തായാലും ഇനിയിപ്പം ഷാർട്ട്സ് തന്നെയാണ് ബെറ്റർ. ഇനി എങ്ങാനും നമുക്കൊരു 100 ഷാർട്ട്സ് കിട്ടിയാലോ? ഇല്ല ഗൈസ്, നമുക്ക് മൊത്തം 60 ഷാർട്ട്സാണ് ഒപ്പിക്കാൻ പറ്റിയിട്ടുള്ളത്. കുഴപ്പമില്ല, ഹാപ്പിയാണ്. നമുക്ക് എന്തായാലും 70 ഷാർട്ട്സ് കിട്ടിയിട്ടുണ്ട്. മറ്റേ ഇതിനകത്തുനിന്ന് ഡെയിലി പിക്ക് എന്നുള്ള 10 ഷാർട്ടും ഇതിനകത്തു നിന്നുള്ള 60 ഷാർട്ടും 2-3 പ്ലെയേഴ്സും. അത് പിന്നെ കാര്യമില്ല. സോ നമ്മളെ സെക്കൻഡ് അക്കൗണ്ട് വന്നിട്ടുണ്ട്. ആൻഡ് സെക്കൻഡ് അക്കൗണ്ടിൽ നമുക്ക് ഫ്രീ പിക്ക് ചെയ്ത് തന്നെ തുടങ്ങാം. വലിയ പ്രതീക്ഷകളൊന്നുമില്ല. ഓക്കെ, കസമീരോ ആണ്. ആൻഡ് ഇനി നമുക്ക് ഡെയിലി പിക്ക് ചെയ്യാം. ഡെയിലി പിക്കില്ല കിട്ടുമോ? ഷാർട്ട്സ് കിട്ടുക നല്ലതായിരുന്നു. ഓക്കെ, 100 ഹയസ്റ്റ് ഉള്ളത്. കുഴപ്പമില്ല. അടുത്ത് നമുക്ക് നോക്കാം. ഓക്കെ, 10 ഷാർട്ട്സ് ഈസ്, ഒറ്റയടിക്ക് 10 ഷാർട്ട്സ്. അതെന്തായാലും ഡബിൾ തന്നെയാണ് ഈസ്. നമുക്ക് നേരത്തെ 5-5 വെച്ച് കിട്ടി. ഇതിനകത്ത് ഡയറക്റ്റ് 10 കിട്ടി. ഇതിനകത്ത് ഒരു 20 ഷാർട്ട്സ് കിട്ടുമോ? ഇല്ല, 101ൻ്റെ പ്ലെയറാണ് നല്ലത്. സോ നമുക്കതെടുക്കാം. ഇതിനകത്ത് എന്തായാലും നമുക്ക് സ്റ്റാർ പിക്ക് ചെയ്യാം. കാരണം നമ്മൾ തേർഡ് അക്കൗണ്ടിൽ ആവശ്യത്തിന് ഫോട്ടോ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കഴിഞ്ഞ വീക്കിൽ എടുത്തുകൊണ്ട് തന്നെ. സോ നമുക്കെന്തായാലും സ്റ്റാർ പിക്ക് ചെയ്യാം. സ്റ്റാർ പിക്ക് കഴിഞ്ഞ വീക്ക് ചെയ്തോ എന്ന് എനിക്ക് സംശയമാണ്. നല്ല പ്രൊബിലിറ്റി ഉണ്ടോ എന്ന് എനിക്കാണെങ്കിൽ അറിയില്ല. ഇതിനകത്ത് എന്തുകൊണ്ട് ഇവർ ക്യാപ്റ്റൻസിന് പ്ലേയേഴ്സിന് ഉൾപ്പെടുത്തുന്നില്ല എന്ന് എനിക്കറിയില്ല. നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, സ്നീഡറുണ്ട്, കോമൻ ഉണ്ട്, ആൻഡ് സിസോക്കോ. എന്തായാലും നമുക്ക് സ്നീഡറിനെ എടുക്കാം. 108 തന്നെയാണ് ഹയസ്റ്റ്. സ്കോഡ് ലീഡറൊന്നുമില്ല, വേണമെങ്കിൽ എക്സ്ചേഞ്ച് അടിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ടോക്കണിന് വേണ്ടിയിട്ട് 5000 ടോക്കൺ കിട്ടും. ഓക്കെ, നമുക്ക് ഇതിനെ കളക്ട് ചെയ്യാം. നിങ്ങൾക്ക് ആരാണ് ഈ മാർക്കറ്റ് പിക്ക് നിന്ന് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഓക്കെ, നെതർലാൻഡാണ് ക്യാം. നമ്മളെ ഹീറോ സ്നീഡർ. ഓക്കെ, 108ൻ്റെ സ്നീഡർ കുഴപ്പമില്ല ഗൈസ്. നമുക്ക് അടുത്ത അക്കൗണ്ടിൽ നോക്കാം. ആൻഡ് ഗൈസ്, നമ്മളെ തേർഡ് അക്കൗണ്ടിലും നമുക്ക് ഫ്രീ പിക്ക് ചെയ്ത് തന്നെ തുടങ്ങാം. ഇവർ വെറൈറ്റി പിക്കുകൾ കൊണ്ടുവരാണെങ്കിൽ നല്ലതായിരുന്നു. കാരണം കഴിഞ്ഞ മുമ്പത്തെ വീക്കിൽ ഇവർ ഗ്രാൻഡ് പിക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് ഏതായാലും ഡെയിലി പിക്ക് ചെയ്യാനുള്ള ജെമ്മുണ്ട്. ഡെയിലി പിക്ക് ചെയ്യാം. ഓക്കെ, 101ൻ്റെ പ്ലെയറാണ് നല്ലത്. കുഴപ്പമില്ല. ഇനി 2 ബാക്കിയുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഷാർട്ട് പിക്ക് ചെയ്യാനുള്ള ഇതുള്ളൂ കേസ്. അതുകൊണ്ടാണ് ഞാൻ മറ്റേ അക്കൗണ്ടിൽ സ്റ്റാർ പിക്ക് ചെയ്തത്. എനിക്ക് തോന്നിയിരുന്നു ഇതിനകത്ത് ഉണ്ടാവില്ല എന്ന്. അതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, ആൻഡ് കേസ് നമുക്ക് 101ൻ്റെ പ്ലെയറാണ്. കുഴപ്പമില്ല. നമുക്കിനിയിപ്പോൾ ഷാർട്ട് പിക്ക് ചെയ്യാം. ഓക്കെ, കുറച്ച് ഗ്ലിച്ചൊന്നല്ല ഇത്, വെറുതെയാണ്. ഓക്കെ,
വെറുതെ ആക്കുന്നതേ ഉള്ളൂ. നമുക്ക് എന്തായാലും പൊട്ട സാധനം തന്നെ തരും. ഈ 30 ഷാർട്സ് ഇല്ലെങ്കിൽ പ്ലെയർ ചെയ്ത് നമുക്ക് എന്തായാലും കോയിൻ ആവശ്യമുള്ളതുകൊണ്ട് പുള്ളിനെ എടുക്കാം. ഓക്കെ, നമുക്കിനിയിപ്പോൾ ക്ലെയിം ചെയ്യാം ഗെയ്സ്. നിങ്ങൾ ഇത്ര വരെ കണ്ടവരാണെങ്കിൽ ഒന്നൊരു വൈറ്റ് ഷർട്ട് കമൻറ്റ് ചെയ്തേക്കുക. ഓക്കെ.